അൻസിബ തനിക്കെതിരെ പരാതി നൽകിയത് കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലെന്ന ലക്ഷ്മിപ്രിയ. അൻസിബ വിചാരിച്ചാൽ തകർന്നു പോകുന്നയാളല്ല താനെന്നും 10 കോടിയുടെ മാനനഷ്ട കേസ് നൽകുമെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. അതേസമയം തനിക്കെതിരെ നൽകിയത് വ്യാജ പരാതിയാണെന്നും താരസംഘടനയായ അമ്മയുടെ ഭാഗമായി ഒരു മതചിഹ്നവും വരരുതെന്നും പറഞ്ഞത് തന്റെ ധാർമ്മികതയുടെ ഭാഗമായാണെന്ന് അൻസിബ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിൽ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലേക്ക് വിളിച്ചുവരുത്തി എസ്ഐയുടെ നേതൃത്വത്തിൽ മോശമായി പെരുമാറിയെന്നായിരുന്നു അൻസിബ നൽകിയ പരാതി. എന്നാൽ അൻസിബ പരാതി നൽകിയത് കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണെന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞു. അൻസിബ മകളെ അപമാനിക്കാൻ ശ്രമിച്ചെന്നും ലക്ഷ്മിപ്രിയ പ്രതികരിച്ചു. അൻസിബയ്ക്കെതിരെ 10 കോടിയുടെ മാനനഷ്ട കേസ് നൽകാനും അടുത്ത ദിവസം ഹൈക്കോടതിയെ സമീപിക്കുവാനുമാണ് ലക്ഷ്മിപ്രിയയുടെ നീക്കം. അൻസിബ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇത്തരത്തിലൊരു വലിയ സംഭവമാക്കി എന്റെ പ്രതിച്ഛായയെ ഇകഴ്ത്തുന്ന വിധത്തിൽ, എന്നിലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ, എന്തിന് 10 വയസ്സുള്ള എന്റെ മകൾക്ക് ഏകദേശം എന്റെ പൊക്കമുണ്ട്, പൊക്കമുള്ള എന്റെ ആളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. ടിനി ടോമിന് പുറമെ ലക്ഷ്മിപ്രിയയും തന്നെ മതവർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അൻസിബയുടെ വാദം. പോലീസ് സ്റ്റേഷനിലെ ദുരനുഭവത്തിന് ഇരയായ തനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് പറയുന്നതിലെ യുക്തി മനസ്സിലാകുന്നില്ലെന്നും അമ്മ സംഘടനയിൽ ഒരു മതചിഹ്നവും വരരുതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നെന്നും അൻസിബ പറഞ്ഞു. ടിനി ടോം എന്നെ വർഗീയവാദിയാക്കാനാണല്ലോ ശ്രമിച്ചത്. അപ്പം കൂട്ടാളിയായിട്ട് ഇവരുണ്ടെന്നുള്ളത് തന്നെയാണല്ലോ ഇപ്പൊ ഇവര് പബ്ലിക്കലി വന്ന് പറയണത്. ഒരു മതചിഹ്നവും മതേതരത്വം പാലിക്കുന്ന ഒരു സ്ഥലത്ത് കയറാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു. വ്യാജ പരാതിയിൽ തന്നെ വിളിച്ചുവരുത്തി മറ്റു പോലീസുകാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചതിൽ തനിക്ക് മാനഹാനിയുണ്ടായെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു അൻസിബയുടെ പരാതി. കൈരളി ന്യൂസ്, കൊച്ചി.